എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലാമണി താത്ത ഒരു വീട് വെച്ചിട്ടുണ്ട്. 16 ലക്ഷം രൂപയുടെ വീടെന്നൊക്കെയാണ് പറയുന്നത്. 2 മുറിയുള്ള ഒരു വീട്ടിന് 16 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. അറിയില്ലല്ലോ, പല സ്ഥലത്തും പല വിലയ്ക്കല്ലേ പലരും വെച്ച് കൊടുക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും എഞ്ചിനീയർമാരെ ഏൽപ്പിച്ച വർക്ക് അവരെ പറ്റിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ 16 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു വീട് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അനിയത്തിയുടെ വീടാണ്. 4 മുറി 4 ബെഡ്റൂമും 2 ബാത്ത് അറ്റാച്ചും 2 അടുക്കളയും പിന്നെ ഒരു വലിയൊരു ഹാളും അതുപോലെ ഒരു സിറ്റ് ഔട്ടും ഉള്ള ഒരു വീടിന് വെച്ചപ്പോൾ ആയ വിലയെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഇവർക്ക് 16 ലക്ഷം രൂപ ആയി എന്ന് പറയുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം, തറ മാത്രം നല്ല അകത്തുനിന്ന് സ്റ്റെയർ മുകളിലോട്ട് കൊടുത്തിട്ട് 2 നില വീടിന് വേണ്ടിയിട്ട് സെറ്റാക്കിയാണ്. പക്ഷേ ഒരു നിലയെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തറ ടൈലിട്ടിട്ടില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായതെന്ന് പറഞ്ഞാൽ വെറും 10 ലക്ഷം രൂപയാണ് ആയത്. അപ്പോൾ ഇവർക്കുള്ള 16 ലക്ഷം രൂപയുടെ 2 മുറിയുള്ള വീടെന്ന് വെച്ചാൽ അറിയില്ല, ചിലപ്പോൾ ഏതെങ്കിലും എഞ്ചിനീയർമാർ പണി കൊടുത്തിട്ട് ഇവരെ പറ്റിച്ചിട്ടുണ്ടാവും. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ. അപ്പോൾ ഇവർ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഹൈന്ദവ സ്ത്രീകളെയൊക്കെ ഇവർ നല്ല രീതിയിൽ ഊക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. അതൊന്ന് കേട്ടിട്ട് വരാം. ഓക്കെ. 2 ദിവസമായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഹൗസ് വാമിങ്ങിന്റെ തിരക്കും അതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. സ്വന്തമായിട്ട് എനിക്ക് ചിലരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത്. ഉള്ളത് കുറച്ചു ഹൈന്ദവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ അവരോട് ആയിട്ട് പറയുന്നത് എന്തിയാണെന്നറിയോ? ചുമ്മാതാ നിങ്ങൾ എന്താക്കി പണ്ടെന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മറുപടി തരാതിരുന്നപ്പം നിങ്ങൾ വിചാരിച്ചു ജസ്മിയെ പേടിച്ചടങ്ങിയെന്ന്. ഒരു സുപ്രഭാതത്തിൽ കേട്ടു ജസ്മിയുടെ വീടിന്റെ പാലുകാച്ചലാണെന്ന്. അതിനു മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ജസ്മിയക്ക് ഓർഡറില്ല, പ്രിയത്തമ്പുരാട്ടി വരയ്ക്കുന്നത് കൊണ്ട് ജസ്മിയ ഫിലിമിനോട് ആരും ഫോട്ടോ വാങ്ങൂല, വെല്ലുവിളിക്കാം. ജസ്മിയുടെ ഈ സമയം കുറിച്ച് വെച്ചാൽ നിങ്ങൾ വെല്ലുവിളിക്കാനും പ്രിയ ഞാൻ വരയ്ക്കുന്നത് പോലും അതേ ഒരു ഫോട്ടോ അയച്ചാൽ പ്രിയ അതിന്റെ കാലിൽ വന്ന് മാപ്പ് പറഞ്ഞ് ഞാൻ വര നിർത്തിപ്പോകും. കേട്ടോ? 7 ജന്മം ജനിക്കണടി, ഗർഭപാത്രമില്ലാതെ പ്രസവിക്കാൻ നടക്കുന്നവളെ. അതിനെക്കാട്ടും വലിയ രസാ. ക്യാൻസർ വന്നിട്ട് ഗർഭപാത്രമാണ് സർജറി ചെയ്ത് റിമൂവ് ചെയ്തത്. എന്നിട്ട് ഇല്ലാത്ത ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങി സഹായിച്ചാൽ അവർക്ക് ഗർഭപാത്രം ഉണ്ടാവുമ്പോൾ എന്തായാലും അവളുടെ ഇഷ്ടം. പിന്നെ നടക്കത്തില്ല കൊച്ചേ. നീ പറഞ്ഞു പാർട്ടിന്ന് പുറത്താക്കിയില്ല, നിന്നെ ആരും പുറത്താക്കിയതാ കൊച്ചേ. നീ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചേ, എനിക്ക് പച്ച കൊച്ചേ. അപ്പൊ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാനിവിടെ ഉറപ്പൊഴിഞ്ഞ് വരയ്ക്കുമ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഫോട്ടോ വരയ്ക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞ ചിറ്റോളാ നീയൊക്കെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ? 16 ലക്ഷം മുടക്കിയിട്ടാ ജസ്റ്റ് ഒരു വീടെടുത്തത്. 16 ലക്ഷം മുടക്കിയിട്ട് ഏകദേശം 6 മാസം തൊട്ട് 8 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചു ആ പണി. 16 ലക്ഷം എന്നെക്കൊണ്ട് പറ്റുമോ ലസിത പാലക്കലെ? വേണമെങ്കിൽ 6 മാസം മുതൽ 8 മാസങ്ങൾക്കുള്ളിൽ എനിക്ക് വേറെ ഒരാളുടെ കൂടെ പോവാം. അതിനൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിയുടെ ആരുടെയും കൂടെ പോയതല്ല. ഒരു സുപ്രഭാതത്തിൽ ജസ്റ്റിയുടെ വീഡിയോ കാച്ചലിന്റെ വീഡിയോസ് തന്നെ കണ്ടുള്ളൂ. എവിടെയും പോയത് കണ്ടില്ല. അപ്പൊ ഇസ്ലാം മതസ്ഥരാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, ഇസ്ലാമാണ് എന്ന് പറഞ്ഞവരോട് എന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വിഷയമില്ലെങ്കിൽ, നിങ്ങൾക്ക് സങ്കടമില്ലെങ്കിൽ, നിങ്ങൾക്ക് അത് ബാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിനോട്ട് സങ്കടപ്പെട്ടിട്ടില്ലെങ്കിൽ വിട്ടേക്കുക. വീണ്ടും അപ്പോൾ നമുക്ക് ബാലാമണി താത്ത പറഞ്ഞ വാക്കുകൾക്ക് ഒന്നിനൊന്നായിട്ട് നമുക്ക് മറുപടി കൊടുക്കാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈന്ദവരെന്ന് പറയുന്ന കുറച്ച് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ആ പ്രശസ്തനാണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു മതം ഉണ്ടല്ലോടെ. ഹൈന്ദവർ എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു മതമുണ്ട്. നിങ്ങൾക്ക് അതുപോലും ഇല്ലല്ലോ. അതില്ലാത്ത നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടും? തട്ടം ഉപേക്ഷിച്ചു ഇസ്ലാമിൽ നിന്ന് മാറി എന്ന് പറയുമ്പോഴും നിങ്ങളെ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി മതം മാറണമെന്നുണ്ടെങ്കിൽ ചുമ്മാ വന്നിട്ട് നെറ്റിയിൽ ഒരു പൊട്ട് കുത്തിയത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾ ഒരു ഹിന്ദു ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമാജമുണ്ട്. ആര്യ സമാജത്തിലൊക്കെ പോയിട്ട് നിങ്ങൾ മതം മാറേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ ഒരുത്തി മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ കെട്ടിയോൻ, നിങ്ങൾ ഇത്രയും പേരും കൂടി പോയിട്ട് നിങ്ങൾ നമ്മുടെ മതത്തെക്കുറിച്ച് പഠിച്ച് ലീഗലായിട്ട് മതം മാറുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു മതം ഉണ്ടെന്ന് പറയാം. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു മതവുമില്ല, ഒരു തേങ്ങയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈന്ദവരുണ്ട്. മൊത്തം പ്രഹസനം എന്നൊന്നും പറയണ്ട. നമുക്ക് പറയാനായിട്ട് ഒരു മതമെങ്കിലും ഉണ്ട്, മറക്കാതിരിക്കുക. ഇനി ഇവർ പറഞ്ഞ അടുത്ത വാക്കിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ കുറച്ച് നാളായിട്ട് നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒന്നിനും മറുപടി തരാതിരുന്നപ്പോൾ നമ്മൾ കരുതി ജസ്റ്റിനെ പേടിച്ച് ഒതുങ്ങിയിരിക്കുകയാണ് എന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇല്ല. നീ അങ്ങനെ ഒരിക്കലും ദൈവത്തിന്റെ മുന്നിൽ പോലും പേടിച്ച് ഒതുങ്ങി നിൽക്കുന്നവളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള മെമ്മറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിച്ച് ഒതുങ്ങി നിന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിന്റെ ആ ഒരു ഡൗട്ട് തീർന്നല്ലോ. പിന്നീട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വീടിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൂടി ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു വീട് വെച്ചതിന് ഞങ്ങൾക്കൊക്കെ അസൂയാണെന്നാണ് പറയുന്നത്. എന്തിനാടേ അസൂയ? ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ഏതൊരു വ്യക്തിയുടെ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത്. അത് നിങ്ങൾ വെച്ചെങ്കിൽ നന്നായിരിക്കട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ വരൂ, അതിലൂടെ ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നീട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും പറഞ്ഞു ജസ്നയുടെ കയ്യിൽ നിന്ന് ആരും ഫോട്ടോ മേടിക്കില്ല, പ്രിയയുടെ കയ്യിൽ നിന്ന്, പ്രിയത്തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് മാത്രമേ ഫോട്ടോ മേടിക്കത്തുള്ളൂ എല്ലാവരും പറയുന്നു. പിന്നീട് പുള്ളിക്കാരത്തി പറയുന്നതാണ് അതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ എത്ര സമയം ഞാൻ ആ ഒരു വാക്ക് കേട്ടിട്ട് ചിരിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അവർ പറയുകയാണ്, അവർ വെല്ലുവിളിക്കുന്നു അവർ വരയ്ക്കുന്ന കണ്ണില്ലാത്ത കൃഷ്ണനെ പ്രിയയോട് വരയ്ക്കില്ലടോ, ഒരിക്കലും വരയ്ക്കില്ല. അതങ്ങനെ ആരും വരയ്ക്കില്ല. കാരണം പൂർണ്ണതയില്ലാത്ത ഭഗവാന്റെ രൂപം വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണില്ല. കാരണം നിങ്ങൾ ഹിന്ദു മതത്തിലുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക്, നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരിക്കലും പറ്റില്ല കണ്ണില്ലാത്ത കൃഷ്ണനെ വരയ്ക്കാൻ. അത്ര കിഴങ്ങികളല്ല ഹൈന്ദവരെന്ന് പറയുന്നത്. അതായത് ഇവർ പറയുന്നത്, ഇവർ വെല്ലുവിളിക്കുന്നു ഈ പറയുന്ന പ്രിയ ഇവർ വരയ്ക്കുന്ന അതുപോലത്തെ ചിത്രം വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇവരുടെ വര അവർ അവിടെ വെച്ച് നിർത്താന്നാണ് പറയുന്നത്. അതിനേക്കാൾ എല്ലാം കൊണ്ട് നല്ലത് പ്രിയ വരയ്ക്കുന്ന ചിത്രം നിങ്ങളൊന്ന് വരയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ കോപ്പി അടിക്കുന്ന കണ്ണില്ലാത്ത കണ്ണനെ മാത്രമല്ലേ നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ വരയ്ക്കാനായിട്ട്. പ്രിയ പലപ്പോഴും ഇവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്നത് പോലുള്ള ചിത്രം നിനക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പ്രിയ പടം വരയ്ക്കാൻ തയ്യാറാണ്, നിനക്കതിന് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ ഇവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ മറു വെല്ലുവിളിയായിട്ടാണ്, അതിന് പകരം ഒരു വെല്ലുവിളിയായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുന്നത്. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ ചിരിയാ വരുന്നത് ഇത് കേട്ടിട്ട്. ശരിക്കും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തെ ഇതുവരെയും കാർട്ടൂൺ ചിത്രം എന്നല്ലാതെ നമുക്കതിനെ അംഗീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ ചിത്രം നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ രസമല്ലാതെ എന്താ പറയുക? നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം നിങ്ങൾക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കൂ. നിങ്ങൾ സ്ഥിരമായിട്ട് വരയ്ക്കുന്ന ഫേസ് അല്ലാതെ വേറൊരു മുഖത്തിൽ വരയ്ക്കൂ. ഭഗവാന്റെ മുഖം എപ്പോഴും ഒരുപോലെ അല്ലല്ലോ, അത് പല രീതിയിൽ വരച്ചെടുക്കാൻ പറ്റുമല്ലോ. ഓരോ കലാകാരന്മാരും എന്തോരം മുഖങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ പ്രിയ തന്നെ ഫസ്റ്റ് ഗുരുവായൂരപ്പനെയാണ് വരച്ചത്, പിന്നീട് വെണ്ണക്കള്ളനെ വരച്ചു. വെണ്ണക്കള്ളൻ എന്ന് നമ്മൾ വിളിക്കും. ഇപ്പോൾ ഞാൻ വെണ്ണക്കള്ളൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും നാക്കുളിക്കൻ. നമ്മൾ വെണ്ണക്കള്ളൻ എന്നും വെണ്ണക്കണ്ണൻ എന്നൊക്കെ പറയാറുണ്ട്. കാരണം വെണ്ണ കട്ടുണ്ണിയാണ് എന്ന് പറഞ്ഞിട്ട് പാട്ടുകൾ പോലും ഉണ്ട്. ശ്രീകൃഷ്ണ സന്ധ്യാനാമത്തിൽ വരെ വെണ്ണു കട്ടുണ്ണിയെ കാണുമാറാകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കോടക്കാർ വർണ്ണനെ കാണുമാറാകണം അന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പ്രിയ വരയ്ക്കുന്നതിൻ്റെ 7 അയലത്ത് പോലും നിങ്ങൾ വരയ്ക്കുന്നത് എത്തില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിത്രം മേടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റി കണ്ടിട്ടൊന്നുമല്ല, നിങ്ങളുടെ തലയിൽ ഒരു തട്ടമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചിത്രം വരച്ചത്. പ്രത്യേകിച്ചും നിങ്ങൾ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപിക്കും ആർക്കൊക്കെയോ നിങ്ങൾ ചിത്രം കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിച്ചത് BJP-കാർ തന്നെയാണ്. അത് നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങളുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന്റെ പാലുകാച്ചിന് ഒരുപാട് RSS BJP ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും ഫോട്ടോയൊന്നും വീഡിയോയോ ഒന്നും നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. കാരണം അത് അവർക്ക് ബാധിക്കും, അവർക്ക് അതൊരു വിഷയമാക്കണ്ടെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നീട് നമ്മൾ കണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ പാലുകാച്ചനായിട്ട് വന്ന സംഭവം, നമ്മുടെ അപ്പി ബൈജുവും അതുപോലെ തന്നെ മറ്റു പല വ്യക്തികളും, വിശിഷ്ട വ്യക്തികളും, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ മറുപടി കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പ്രിയ വരയ്ക്കുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്ന് നിങ്ങളൊന്ന് കാണിച്ചതാ. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പ്രിയയും നിങ്ങളും കൂടി ഒരുമിച്ച് പബ്ലിക്കായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ചിത്രം വരയ്ക്കും. നിങ്ങളുടേതായ രീതിയിലുള്ള വെണ്ണക്കള്ളൻ്റെ ചിത്രം, അങ്ങനെ ഞാൻ പറയൂ. വെണ്ണക്കള്ളൻ്റെ ചിത്രം, വെണ്ണക്കണ്ണൻ എന്ന് വേണമെങ്കിലും പറയാം, കള്ളൻ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഞാൻ വെണ്ണക്കള്ളൻ എന്നേ പറയുന്നുള്ളൂ. വെണ്ണ കട്ടുണ്ണിയല്ലേ, വെണ്ണക്കള്ളൻ്റെ ചിത്രം നിങ്ങൾ വരയ്ക്കേ. അതുപോലെ തന്നെ പ്രിയയും വരയ്ക്കട്ടെ വെണ്ണക്കള്ളൻ്റെ ചിത്രം, വെണ്ണക്കട്ട് തിന്നുന്ന വെണ്ണക്കള്ളൻ്റെ ചിത്രം വരയ്ക്കട്ടെ. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണോ? ഉറിയിലൊക്കെ തൂങ്ങിക്കിടന്ന് വെണ്ണക്കട്ട് തിന്നുന്നതുണ്ട് വെണ്ണക്കള്ളൻ. അപ്പോൾ അതൊക്കെ വരയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്തായാലും പ്രിയയോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ തയ്യാറാവുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ അതിന് തയ്യാറാക്കുക. ഉറിയിൽ തൂങ്ങിക്കിടന്ന് വെണ്ണ കട്ട് തിന്നുന്ന വെണ്ണക്കള്ളനായ കണ്ണൻ്റെ പടം വരയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? പിന്നെ എന്തായി ന്യായം അടിച്ചിറക്കുന്നത്? പിന്നീട് നിങ്ങൾ പറഞ്ഞ അടുത്ത കാര്യം, അതിലേക്ക് വരാം. എന്നിട്ട് ഈ സ്ത്രീ പറയുന്നത് 7 ജന്മം ജനിക്കണം ഇവർ വരയ്ക്കുന്നത് പോലെ ഒരു ചിത്രം പ്രിയയ്ക്ക് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ എന്നാണ്. അതായത് പ്രിയയുടെ കാലിൽ വന്ന് വീണ് മാപ്പ് പറഞ്ഞു വര നിർത്തി പോവാം, ഞാൻ വരയ്ക്കുന്നത് പോലെ ഒരു ചിത്രം നിനക്ക് വരയ്ക്കാൻ കഴിയുമോ, യു ക്യാൻ ട്രൈ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാടെ നീ വരയ്ക്കുന്നത്? കാർട്ടൂണല്ലേ? കാർട്ടൂണാണോ പ്രിയ വന്ന് വരച്ച് കാണിക്കേണ്ടത്? ആണോ? എന്തായാലും കാർട്ടൂൺ വരയ്ക്കാൻ ആ കൊച്ചിന് തീരെ സമയമില്ല. നിനക്ക് പറ്റുമെങ്കിൽ പ്രിയയുടെ മുന്നിൽ നീ ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്ക്. ഓക്കെ, ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കുമോളെ. അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവരായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാലോ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ അതിലേക്ക് നമുക്ക് നോക്കാൻ പോലും സാധിക്കൂ. അതുപോലുള്ള ഒരു ചിത്രം, അല്ലാതെ നിന്നെ പോലെ കാർട്ടൂൺ അല്ല അവരാരും വരയ്ക്കുന്നത്. ശരിക്കും ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതാണ് നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. പിന്നീട് ഇവൾ പറയുന്ന ഒരു കാര്യം, അതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്. പ്രിയയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ബാധിച്ചതിന് ശേഷം പ്രിയയുടെ യൂട്രസ് ആണ് റിമൂവ് ചെയ്ത് കളഞ്ഞത് ഇത് ബാധിച്ചതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് യൂട്രസ് ഇല്ലാത്ത പ്രിയയാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മോഹിക്കുന്നതെന്നൊക്കെ പറയുന്നു. പൊന്നുമോളെ, ഇതൊക്കെ അറം പറ്റുന്ന വാക്കുകളാണ് നീ പറയുന്നത്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു പെണ്ണല്ലേടി, ഒരു പെണ്ണിന് പറയാൻ കൊള്ളാവുന്ന വാക്കാണോ നീ ഇരുന്നോട്ട് പറയുന്നത്? നിനക്കൊരു പെൺകുട്ടിയുണ്ട്, നിനക്ക് മകളായിട്ട്. നിനക്ക് ചിലപ്പോൾ 2 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടാവും. പക്ഷെ നിനക്ക് 2 പെൺകുട്ടികൾ, നിനക്ക് ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മകനും ഉണ്ട്. നിന്റെ മകൾക്ക് ഭാവിയിൽ ഇതുപോലൊരു അവസ്ഥ വന്നാലേ നീ എന്ത് ചെയ്യും?
നീ അത് ഓർക്ക്. ഇന്ന് ദൈവം പണ്ടത്തെ പോലൊന്നുമല്ല. പണ്ടൊക്കെ ദൈവം പതുക്കെ പതുക്കെ കൊടുക്കുള്ളായിരുന്നു. ഇപ്പോഴൊക്കെ ഈശ്വരൻ കയ്യോടെയാണ് കൊടുക്കുന്നത്. നീ അഹങ്കരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിന്റെ മകൾക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ നെഞ്ചത്തടിച്ച് കരയോടി. നീ മാത്രമല്ല, ആരായാലും അങ്ങനെ കരഞ്ഞു പോകും. അപ്പോൾ നിനക്ക് കിട്ടിയ കഴിവുകൾ മറ്റൊരാൾക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് നീ അവരെ പറയുന്നതുണ്ടോ? പിന്നീട് ക്യാൻസർ, അത് നിനക്ക് ഒന്നുകൂടാന്നുണ്ടോ? എന്തെങ്കിലും ഉറപ്പുണ്ടോ നിനക്ക് ഒരിക്കലും ക്യാൻസർ വരില്ലെന്ന്? നീ ഇപ്പോൾ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു, ഓക്കെ. നിന്റെ ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും ഒരു സൂക്കേട് വന്നാൽ അത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും, ഓക്കെ. നീ ഇപ്പോൾ പറഞ്ഞല്ലോ പ്രിയയ്ക്ക് ബ്രെയിനകത്ത് ക്യാൻസർ ബാധിച്ചപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് നീ പറഞ്ഞില്ലേ. നിന്റെ നാക്കുണ്ടല്ലോ, ചിലപ്പോൾ ചിലപ്പോൾ അരിഞ്ഞ് കളയേണ്ടി വരുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ വലിയവനാണ്. ഇത്രയും പിഴച്ച വർത്തമാനങ്ങൾ വാഗൊണ്ട് പറയരുത്. നീ ഒരു പെണ്ണാണ്. നീ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ നിന്നെ പഠിപ്പിച്ച് വളർത്തിയവരെ പറഞ്ഞാൽ മതിയല്ലോ. നല്ലത് ചൊല്ലി മക്കളെ നല്ല തല്ലി വളർത്താത്തതിന്റെ കേടാണ് നീയൊക്കെ എങ്ങനെ ഇരുന്നോട്ട് പറയുന്നത്. നിനക്ക് നിന്റെ മക്കളെ നീ പൊതിഞ്ഞു വെച്ചല്ലേടി വളർത്തുന്നത്. നീ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെയൊക്കെ തല പോലും നീ കാണിക്കില്ല. ആ കുഞ്ഞുങ്ങളെ നീ ആരുടെ മുന്നിലേക്ക് ഇറക്കില്ല. നല്ലത് തന്നെയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ അനാവശ്യമായിട്ട് എങ്ങും വലിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അങ്ങനെ പൊതിഞ്ഞു വെക്കുന്ന നിന്റെ മകൾക്കോ മകനോ എന്തെങ്കിലും പറ്റിയാൽ നീ സഹിക്കോടി. ഇതുപോലെ പൊതിഞ്ഞു പിടിച്ച നിന്റെ മകൾക്ക് ഭാവിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ ഇതുപോലെയുള്ള വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ? എടി, ഭ്രാന്തൊക്കെ ആവാം, ആർക്കും ഭ്രാന്തൊക്കെ ആവാം. മനുഷ്യരായ കുറച്ച് വട്ടൊക്കെ എല്ലാവർക്കും കാണും. പക്ഷേ ആ ഭ്രാന്തിനെ വെറും മുഴു ഭ്രാന്താക്കി മാറ്റരുത്. ഇപ്പൊ നീ പറയുന്നതെല്ലാം വെറും ഭ്രാന്താണ്. വെറുതെ ആണോ നിനക്ക് ഭ്രാന്തിന്റെ ഡോക്ടറെ കൂടി കാണണമെന്ന് പറഞ്ഞിട്ടൊക്കെ നിന്റെ തുണ്ടിനകത്ത് എഴുതി തന്നത്? നമ്മളെല്ലാവരും കണ്ടതാണ് നിന്റെ ഹോസ്പിറ്റലിലെ തുണ്ട്. അതിനകത്ത് നിനക്ക് അരപ്പിരി ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതി തന്നെങ്കിൽ അത് വെറുതെ ഒന്നുമല്ല. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളല്ലേ നിന്റെ അണ്ണാക്കി ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്. നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? നിനക്ക് ചിലപ്പോൾ നിന്നെ ഉയർത്തി കാണിക്കാനും നിന്നെ പൊക്കിപ്പിടിച്ച് നടക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവും. പക്ഷെ ആ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. നീ തന്നെ ഒരിക്കൽ പറഞ്ഞു, സുരേഷ് ഗോപി നിന്നെ തറയിൽ വെക്കാതെ കൊണ്ടു നടന്നെയാണ്, നിനക്ക് എല്ലാത്തിനും നല്ല ഹെൽപ്പായിരുന്നു. പിന്നീട് നീ കൈനരമ്പറത്ത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അങ്ങനെ എത്ര വിളിച്ചിട്ടും അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല, നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന്. ആ പറയുന്നത് പോലെ നീ ഓർത്തോളണം. ചിലപ്പോൾ നിനക്ക് ഇപ്പോൾ നിന്നെ താങ്ങി നടക്കുന്നവരാരും നിനക്ക് എപ്പോഴും ഉണ്ടായിന്ന് വരില്ല. ഒരു പ്രിയ എങ്ങനെയുള്ള സ്ത്രീയോ ആവട്ടെ, പ്രിയയും നീയും തമ്മിൽ നല്ല ശത്രുത ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയെ പറയുന്ന വാക്കുകൾ കൊണ്ടല്ലോ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ മുന്നിലെങ്കിലും. നീ പറയുന്നുണ്ടല്ലോ, ഏത് നേരവും പറയുന്നത് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് നീ പറയുന്നുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഭാവിയിൽ നിന്റെ മകന് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി? നീ അവനെ എന്ത് വിളിക്കും? അപ്പോൾ എന്ത് വിളിക്കും? എൻ്റെ മോൻ്റെ, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ, കുഞ്ഞുങ്ങളെ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് എനിക്ക് താല്പര്യമുള്ള വ്യക്തിയല്ല. പക്ഷേ ഇത്രയും അഹങ്കാരത്തിൽ സംസാരിക്കരുത്. നിനക്ക് വീട്, നീ 10 വീട് വെക്ക്, അല്ലെങ്കിൽ നീ 20 വീട് വെക്ക്. എല്ലാ വീട്ടിൻ്റെയും മുകൾ ഭാഗത്ത് നീ കയറി ഇരിക്കുക. അതൊക്കെ നിന്റെ ഇഷ്ടമാണ്, നിന്റെ സൗകര്യമാണ്. പക്ഷേ അത് കണ്ടിട്ട് ഒരു മനുഷ്യ സ്ത്രീയെ, ക്യാൻസർ ഇല്ലാത്തൊരു വ്യക്തിയെ ക്യാൻസർ എന്ന് നീ പറയട്ടെ, ക്യാൻസർ വന്നിട്ട് അവളുടെ യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ട് ഇനി അവൾക്ക് ഗർഭപാത്രം ഇല്ലാതെ കുഞ്ഞിനെ നിർമ്മിക്കാനായിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ച് വരച്ചുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ നാവേ പുഴുത്തു പോവാതെ നീ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ജീവിച്ചിരിക്കുമ്പോൾ അഹങ്കാരം കാണിക്കും. എത്ര അഹങ്കാരം കാണിക്കുന്ന ഏത് വലിയവനും ഒരേ കിടപ്പ് കിടക്കേണ്ട ഒരു സമയം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും, ഈ പറയുന്ന എൻ്റെ ജീവിതത്തിലും ഉണ്ടാവും. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും കുറേ നാൾ ഒതുങ്ങി കിടക്കേണ്ടി വരും. സൈലന്റ് അറ്റാക്കോ മറ്റു രോഗങ്ങളൊന്നും വന്ന് ചത്തില്ലെങ്കിൽ മനുഷ്യൻ നോർമലായിട്ട് ജീവിച്ച് മരിക്കുകയാണെങ്കിൽ കുറേ നാൾ ഒരു കിടപ്പ് കിടക്കേണ്ട അവസ്ഥ ഒട്ടുമിക്ക ആളുകൾക്കും വരാറുണ്ട്. ആ ഒരു സമയത്തായിരിക്കും ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മിക്കുന്നത്. നിനക്ക് അങ്ങനെയും വരാതിരിക്കട്ടെ. പക്ഷേ നീ ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല. നീ ഒരു മുതിർന്ന 10-33 വയസ്സുള്ള ഒരു പെണ്ണാണ്. 2 പിള്ളേരുടെ തള്ളയാണ്. എന്നിട്ടും ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിന്റെ മാതാപിതാക്കളെ ഓർത്തിട്ട് ലജ്ജ തോന്നുകയാണ്. ആ മാതാപിതാക്കൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കൾക്ക് മറ്റുള്ളവരിൽ എന്ത് റെസ്പെക്റ്റാണ് കൊടുക്കുന്നത്? നിന്നെ എന്നും പറഞ്ഞൊരിക്കലും നേരെയാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഇതിന് പകരമായിട്ട് പൂരത്തെറി വിളിച്ചിട്ടായിരിക്കും നീ രംഗത്ത് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വന്നെന്ന് പറഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അങ്ങനെ വിളിക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിന്റെ വില നീ വീണ്ടും കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഷാജിയെ കുറ്റം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടിയുള്ളത്? എന്ത് യോഗ്യത നിനക്കുള്ളത്? അവളെക്കാളും വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് നീ എന്നേ ഞാൻ പറയുള്ളൂ. അവളുടെ വായിൽ എന്തായാലും ഇവൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊന്നും ആരെയും പറയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീയെ പറ്റി ഇത്രയും, അതും ഒരു മാതൃത്വത്തെ പറ്റി ഇത്രയും മോശമായിട്ട് പറഞ്ഞ് നിന്നെ എന്താ പറയുക? ഒന്നും പറയാനില്ല. പക്ഷെ ഇത്രയും അഹങ്കാരം ഒരു പെണ്ണിനും പറ്റിയതല്ല. നീ ഒരു പെണ്ണ് തന്നെയല്ലേ, 2 കുഞ്ഞുങ്ങളുടെ ഉമ്മയല്ലേ? ആ ഒരു നിലവാരം കാണിക്കടി നീ, വൃത്തികെട്ടവളെ.